തൃശൂർ പൂരം അലങ്കോലമായ ദിവസം സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നിറങ്ങുന്ന വീഡിയോ പുറത്തു വന്നു. തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഓഫീസിലേക്കാണ് സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നത്. യാത്ര ആംബുലൻസിലാക്കിയതിൽ വലിയ വിവാദം ഉയർന്നിരുന്നു. അഖിൽ വിവരങ്ങൾ വായിച്ചിരുന്നു. അഖിൽ, രണ്ട് പ്രധാന വീഡിയോകളാണ് പുറത്തു വരാനുള്ളത്. ഒന്ന് സുരേഷ് ഗോപി വരുന്നത്, മറ്റൊന്ന് ADGP അജിത് കുമാർ പൂരം നിയന്ത്രിക്കുന്നത്. ആ വീഡിയോ കൂടി പുറത്തു വരുമോ? ഈ ആദ്യഘട്ടത്തിൽ, അതായത് ഈ ആംബുലൻസിൽ വന്നിരുന്നു എന്നുള്ള ആരോപണങ്ങൾ വലിയ രീതിയിൽ തന്നെ ഈ സുനിൽകുമാർ അടക്കം ഉന്നയിച്ചിരുന്നു. പക്ഷെ അതിന് കൃത്യമായൊരു തെളിവ് വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ കൈവശമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇതിന് കൃത്യമായ തെളിവ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. അതായത് ആംബുലൻസ് ദുരുപയോഗം ചെയ്യുന്നു. ആ ആംബുലൻസിൽ വന്ന സുരേഷ് ഗോപിയുടെ വരവിനെ തന്നെയാണ് സുനിൽകുമാർ ഏറെ ദുരൂഹതയോടെ കണ്ടിരുന്നത്. കാരണം ഒരാൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അയാൾക്ക് നടന്നു വരാം, അല്ലെങ്കിൽ മറ്റു വാഹനം ഉപയോഗിക്കാം. ഈ ആംബുലൻസിന്റെ ഒക്കെ ഒരു ഉപയോഗപ്പെടുത്തി, അതായത് ആംബുലൻസ് എന്ന രോഗികളെ കണ്ടിരിക്കാനുള്ളത് ആ ആംബുലൻസിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് എന്തിന് സുരേഷ് ഗോപി അവിടേക്ക് എത്തി എന്നത് തന്നെ കൃത്യമായ ഒരു മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെ പ്രകാരമാണ് എന്നുള്ളതാണ്. അവിടേക്ക് അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി ഒപ്പം അവിടെ ഈ വത്സന്തിലേക്ക് അടക്കമുള്ള RSS സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ എത്തിയത് കൃത്യമായ ദുരിതം, അതായത് പൂരം കലക്കി അതിൽ നിന്നും ലാഭം കൊയ്യുക എന്ന സുരേഷ് ഗോപിയുടെ അല്ലെങ്കിൽ BJPയുടെ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഈ ആംബുലൻസിലെ വരവെന്നടക്കം പറഞ്ഞിരുന്നു. എന്തായാലും അത് വലിയ വിവാദവുമായിരുന്നു. ഇപ്പോൾ എന്തായാലും അത് സംബന്ധിച്ച വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇനി ഒരു പക്ഷേ ഈ ADGP അജിത് കുമാർ ഈ പൂര ദിവസം ഈ തൃശൂർ നഗരത്തിലേക്ക് എത്തിയിട്ടുണ്ടോ, പൂരം നടന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ള തെളിവുകൾ അല്ലെങ്കിൽ വീഡിയോകൾ, അതായത് അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ വലിയ രീതിയിൽ ഉന്നയിക്കുന്നുണ്ട്. പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ADGP ഈ പൂരം നടന്ന ദിവസം തൃശ്ശൂരിലുണ്ടായിരുന്നു എന്ന കാര്യം ഉറപ്പാണ്. അദ്ദേഹം ഈ പൂരം നടക്കുന്ന ദിവസം ക്യാമ്പ് ഓഫീസിലുണ്ടായിരുന്നു, പോലീസ് അക്കാദമിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നും ഇദ്ദേഹം ഈ പൂര നഗരിലേക്ക് എത്തിയിട്ടുണ്ടോ, എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ അത് ഇനി ഒരു പക്ഷേ ഇത്തരത്തിലുള്ള തെളിവുകൾ ഇവിടെ നിന്ന് ആരുടെയെങ്കിലൊക്കെ പകർത്തിയ ദൃശ്യങ്ങളിൽ എന്തിനേലും ഉണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. എന്തായാലും ഈ സുരേഷ് ഗോപി ആരോപിച്ചതുപോലെ തന്നെ, സുനിൽകുമാർ ആരോപിച്ചതുപോലെ തന്നെ ആംബുലൻസിലാണ് വന്നത് എന്തായാലും ഇപ്പോൾ ഒരു തെളിവോടുകൂടി തന്നെ, അല്ലെങ്കിൽ വീഡിയോ ദൃശ്യത്തോടു കൂടി തന്നെ പുറത്തു വന്നിരിക്കുന്നു. എന്തായാലും ഇനി ഇതിന് പിന്നിലുള്ള ആരോപണങ്ങൾ, അതായത് കൃത്യമായി അന്വേഷിച്ച പോലീസാണ് അതിലൊരു വ്യക്തത വരുത്തേണ്ടത്. ഇതിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് പോലീസാണ്. അതിൽ ശരി അഖിൽ.